നമസ്കാരം. മലയാളികളുടെ തീന്മേശയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചോറ്. പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ ചോറ് കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നമ്മൾ ദിവസവും കഴിക്കുന്ന ഈ വെളുത്ത അരിയുടെ ചോറ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നോക്കാം. വെളുത്ത അരിയുടെ പ്രധാന ഒരു പോരായ്മയാണ് അതിന്റെ ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ്. അതായത് വെളുത്ത അരിയുടെ ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിൽ ഉയരുന്നു. ഇത് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപാദനം പെട്ടെന്ന് കൂട്ടുകയും ദീർഘകാലയളവിൽ ഇൻസുലിൻ പ്രതിരോധത്തിനും ടൈപ്പ് 2 പ്രമേഹത്തിനും വഴിവെക്കാം. വെളുത്ത അരി നിർമ്മിക്കുമ്പോൾ നെല്ലിന്റെ പുറംതൊലി, തവിട് എന്നിവ നീക്കം ചെയ്യുന്നു. ഈ സംസ്കരണ പ്രക്രിയയിലൂടെ നാരുകൾ, ബി വിറ്റാമിനുകൾ, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ നിരവധി പ്രധാനപ്പെട്ട പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വെളുത്ത അരി വെറും അന്നജം മാത്രമായി മാറുന്നു. ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്യും. പോഷകങ്ങൾ കുറഞ്ഞതും ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതുമായ വെളുത്ത അരി അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമാണ്. ഇത് പെട്ടെന്ന് വിശപ്പ് കൂട്ടുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുമ്പോൾ ശരീരം അമിതമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി സംഭരിക്കാൻ തുടങ്ങും. ഇത് അമിതവണ്ണത്തിലേക്കും അതുവഴി മറ്റ് ജീവിതശൈലി രോഗങ്ങളിലേക്കും നയിക്കും. ഫൈബർ അഥവാ നാരുകൾ ഇല്ലാത്തതിനാൽ വെളുത്ത അരി ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. ചിലരിൽ മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ആവശ്യത്തിന് നാരുകളില്ലാത്ത ഭക്ഷണം നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.